ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല കാരണം ഇന്നലെ ഒന്നും വീഡിയോ ഇടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു. ഇന്നും അതേ അവസ്ഥ തന്നെയാണ്. അതെന്താണെന്നുള്ളത് ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദ വീഡിയോ ഞാൻ പറയാം. എന്തായാലും എല്ലാ ദിവസത്തെയും പോലെ ലെമൺ സ്ക്യൂസ് ചെയ്തിട്ടാണ് ഡേ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വെളിയിൽ പോകാൻ കുറച്ച് പ്ലാനും കാര്യങ്ങളും ഉണ്ട്. ഈദ് ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ 1 മീൽ ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി ഹെവി ആയിട്ട് കഴിക്കേണ്ടെന്ന് വിചാരിച്ചു. ഈ ഒരു ക്യുക്കുംബറും അതുപോലെ ലെമൺ സ്ക്യൂസ് ചെയ്തിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഈ ഒരു ജ്യൂസാണ് ഞാൻ ഇന്ന് ആകെ കുടിച്ചത്. അപ്പോൾ ഇന്ന് ഫുള്ള് ഞാൻ ഇത് തന്നെയായിരുന്നു കുടിച്ചത്. വിശക്കുമ്പോഴൊക്കെ ഇതാണ് കുടിച്ചത്. കാരണം വൈകിട്ട് ഞങ്ങൾ വെളിയിൽ പോകാൻ പ്ലാൻ ഉള്ളതുകൊണ്ട് അറിയാം എന്തെങ്കിലും കഴിക്കുമെന്നുള്ളത്. അപ്പം ഞങ്ങൾ പോയത് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് കണ്ടിട്ട് പോയതാണ്. ഈ ഒരു അൽ ക്വല റെസ്റ്റോറൻറ്റ്, അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ. അജ്മാനിലാണിത്. പറയാതിരിക്കാൻ പറ്റത്തില്ല, അടിപൊളി സർവീസാണ്. അതുപോലെ തന്നെ നമുക്കിതാ ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ലാതെ ടേബിൾ ചെയർ അങ്ങനെയുള്ള സംവിധാനമുണ്ട്. നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇരുന്ന് കഴിക്കാം. നല്ല ആംബിയൻസ് ആണ്. കസ്റ്റമർ സർവീസും എല്ലാം സൂപ്പറാണ്, എടുത്തു പറയേണ്ടതാണ്. ഇത് പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല, പക്ഷേ ഞങ്ങൾക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒത്തിരി നാളിന് ശേഷമാണ് കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ സമാധാനമായി പോയി വെളിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ആദ്യം അവർ കൊണ്ടുവന്നത് ഒരു സാലാഡാണ്, പിന്നെ സൂപ്പ് കൊണ്ടുവന്നായിരുന്നു, മട്ടൻ സൂപ്പ്. അപ്പോൾ എനിക്ക് മട്ടനൊക്കെ അലർജി ആയതുകൊണ്ട് ഞാൻ ഒന്നും കഴിച്ചില്ല. ആക്ച്വലി ഞാൻ പേടിച്ചാണ് ഫുഡ് വെളിയിൽ നിന്ന് കഴിക്കുന്നത് തന്നെ, എനിക്ക് ഫുഡ് അലർജി ഉള്ളതുകൊണ്ട്. ലക്ലി ഈ പ്രാവശ്യം അങ്ങനെയൊന്നും ബുദ്ധിമുട്ട് വന്നില്ല. ഈ ഒരു പ്ലാറ്ററാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതിന് 49 ദിറംസ് ആണ് ഇപ്പോൾ ഓഫറിൽ. ഇപ്പം എന്തോ ഓഫറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതിനൊന്ന് പോയി നോക്കുക. അടിപൊളി റെസ്റ്റോറൻ്റാണ്. ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉണ്ട്. ഇങ്ങനെ ഒരു സ്പേസും ഉണ്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾ ആ ഒരു മറ്റേ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇരുന്നത്, കാരണം കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഡൗൺ സ്റ്റെയറിലാണെങ്കിൽ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട്. ഞങ്ങൾ അപ്പ് സ്റ്റെയറിലാണ് ഇരുന്നത്. ഇതൊന്നും കൂടാതെ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് വെളിയിലും നല്ല രീതിയിലുള്ള സ്പേസ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് വെളിയിരുന്ന് വേണമെങ്കിൽ കഴിക്കാം. പിന്നെ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ഞാൻ എടുത്തെടുത്ത് പറയുന്നത് കസ്റ്റമർ സർവീസാണ്. പിന്നെ സ്നാക്സ് ഐറ്റംസും ഒക്കെ ഇവർ ഒതൻറ്റിക് രീതിയിലുള്ളത് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പ്ലാറ്റർ ഉണ്ടല്ലോ, ആ ഒരു പ്ലാറ്റർ ആയിക്കോട്ടെ, ചാർക്കോൾ ഷവർമ, ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഒതൻറ്റിക് ആയിട്ടുള്ള ഫ്ലേവറിലാണ്. കറക്റ്റും ഇതിൻ്റെ എക്സ്പേർട്സുകൾ തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. സോ നല്ല അടിപൊളി വേർത്താണ്. നമ്മൾ കൊടുക്കുന്ന പൈസ വസൂലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയാണ് അന്നത്തെ ദിവസം അവസാനിച്ചത്. നെക്സ്റ്റ് ഡേയും എഗെയിൻ നമ്മുടെ എല്ലാ ദിവസത്തെയും പോലെ തന്നെ ലെമൺ സ്ക്യൂസ് ചെയ്ത വെള്ളത്തിലൊക്കെയാണ് തുടങ്ങിയത്. അതിനുശേഷം ഞാൻ ഇന്നലെ മേടിച്ച ഫുഡിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് കുറച്ച് ചിക്കനാണ്, ഇന്നലെ ഇതേപോലെ ചിക്കനാണ് കഴിച്ചത്. അപ്പോൾ ഇന്നും അതുപോലെ ചിക്കനൊക്കെ കഴിച്ചു. ഒരു ചെറിയൊരു സ്റ്റൈലിംഗ് വീഡിയോയും ഒക്കെ ഇട്ടു. കാരണം പ്ലസ് സൈസ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റൈലിംഗ് വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഞങ്ങൾ വെളിയിൽ പോയി. ഇന്ന് ഞങ്ങൾ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അജ്മാനിൽ 4 ഫ്ലോറിൽ 1 to 20 എന്ന് പറഞ്ഞ ഷോപ്പ്, ഡേ ടു ഡേ എന്ന് പറഞ്ഞ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അറിഞ്ഞ് നമ്മൾ പോയതാണ്. അവിടെ ഷീനിൻ്റെയൊക്കെ ഡ്രസ്സ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ വീട്ടിലേക്കുള്ള ഡെക്കോർ ഐറ്റംസ്. ഞാൻ എവിടെ പോയാലും ഇപ്പോൾ ഡെക്കോർ ഐറ്റംസാണ് നോക്കുന്നത്, കാരണം നാട്ടിൽ വീട് പണി കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ മെയിൻ ഫോക്കസ് അതാണ്. അപ്പം നല്ല രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് എന്തോ സ്വർഗം കിട്ടിയതുപോലെ ആയിരുന്നു. 4 ഫ്ലോറിലാണ്. അപ്പോൾ ഇഷ്ടം പോലെ സാധനങ്ങൾ, ഇല്ലാത്ത സാധനം ഇല്ല അവിടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഐറ്റം ആണെങ്കിലും അതിൻ്റെ കളർ വേരിയേഷൻ ആയിക്കോട്ടെ, എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് കുറേ കളിപ്പാട്ടമൊക്കെ മേടിച്ചു. പിന്നെ ഇവർ ഫ്ലോറിൽ വീഴും, ഇടയ്ക്കിടയ്ക്ക് പിടിച്ചു തള്ളലും വീഴലും ഒക്കെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള മാറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചു. നല്ല അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടം പോലെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം എന്തുകൊണ്ടും വേർത്താണ്. നിങ്ങൾ ഈദ് ഹോളിഡേയിൽ എങ്ങും പോകുന്നില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ഇൻ ചെയ്ത് നോക്കുക. അടിപൊളിയാണ് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യും. ഇതൊന്നും മാത്രമല്ല കേട്ടോ, ഡ്രസ്സ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. എനിക്ക് ഇതൊക്കെ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്തു, അത്രയേ ഉള്ളൂ. പിന്നെ ഹോം റിലേറ്റഡ് ആയിട്ടുള്ളത്, സ്റ്റൈലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സ്, അങ്ങനെ എല്ലാ സാധനവും കുഞ്ഞുങ്ങൾക്കുള്ളത്, എല്ലാ സാധനങ്ങളും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം ഞങ്ങൾ വീട്ടിൽ വന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ AC കംപ്ലൈൻ്റ് ആയിരുന്നു. ആൾ ശരിയാക്കി. അപ്പോൾ ഇന്ന് സുഖമായി കിടന്നുറങ്ങാമെന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇതാ കണ്ടില്ലേ, 4 മണിയായിട്ട് ഞങ്ങൾ ഉറങ്ങിയില്ല. AC കംപ്ലൈൻ്റ് ആയിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. അപ്പം ഉറക്കമൊന്നും ശരിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നും ഞാനിപ്പോൾ ലേറ്റായിട്ടാണ് ഇപ്പോൾ എഴുന്നേൽക്കുന്നത്. കണ്ടില്ലേ, 4 മണി രാത്രിയിലത്തെ പ്രകടനമാണിത്. ഉറക്കം അഭിനയിക്കുകയൊക്കെയാണ്. അപ്പം എനിക്ക് വർക്കൗട്ട് ചെയ്യാനൊന്നും സമയമില്ല. ഞങ്ങൾ എഴുന്നേൽക്കുന്നത് ഇപ്പോൾ ഒത്തിരി ലേറ്റായിട്ടാണ്. AC ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉറക്കം ഒന്നുമില്ല. രാത്രി ഉറങ്ങുന്നേ ഇല്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് ഉറക്കില്ല. ഈദ് ഹോളിഡേ കഴിഞ്ഞ് അവർ വന്ന് ശരിയാക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇന്നലെ വന്ന് ശരിയാക്കിയതാണ്. പിന്നെ ഇന്ന് വിളിച്ചപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ആകെ നമ്മൾ പെട്ടുപോയ ഒരവസ്ഥയിലാണ്. എന്തായാലും
എന്തായാലും എല്ലാം അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ബൈ.